കഴിഞ്ഞ ദിവസം വാങ്ങിയ ഒരു പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റ് എൻ്റെ വില കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 100 ഗ്രാമിന് 44 രൂപയായിരുന്നു. അതായത് 1 കിലോയ്ക്ക് 440 രൂപയായിരുന്നു അതിൻ്റെ വില MRP ആയിട്ട് കിട്ടിയത്. തീർച്ചയായിട്ടും കടക്കാരന് അതിലും കുറച്ചായിരിക്കും കിട്ടിയിരിക്കുന്നത്. ആ ഒരു പ്രോഡക്റ്റ് അതിലുമൊക്കെ ഒരുപാട് താഴെ നമുക്ക് ചെയ്യാൻ പറ്റും. നല്ലപോലെ വിറ്റുപോകുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ്. കാരണം അത് ഷെൽഫിൽ വന്നു കഴിഞ്ഞാൽ പടപടാന്ന് വിറ്റുപോകുന്ന ഒരു പ്രോഡക്റ്റാണ് എന്ന് കടക്കാർ തന്നെ പറഞ്ഞു. നമുക്കും അറിയാവുന്ന കാര്യമാണ്. ആ ഒരു പ്രോഡക്റ്റാണ് ഇന്നിവിടെ നമ്മൾ ചെയ്യുന്നത്. ചെറിയൊരു മുതൽ മുടക്ക് നമുക്ക് ആവശ്യമുണ്ട്. 1000 രൂപ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കടകളിൽ കൊടുത്ത് സാമ്പിൾ കൊടുത്ത് അവരുപയോഗിച്ച് നോക്കട്ടെ. നോക്കിയതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെടുകയാണ്, നല്ലതാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഓർഡർ തരും. ആ ഓർഡർ അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നമ്മളുടെ 1000 രൂപ എന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പതിയെ പതിയെ കയറി വരുന്നതാണ്. തീർച്ചയായിട്ടും ക്രെഡിറ്റ് കൊടുക്കാതെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റോളിങ്ങിലൂടെ തന്നെ മുമ്പോട്ട് പോകാൻ പറ്റും. അങ്ങനെ ഒരു ചെറിയ ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ഇതുപോലെയുള്ള ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ പറയാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ പ്രോഡക്റ്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മീറ്റ് മസാല. നമുക്ക് ഒരുപാട് ടൈപ്പിലുള്ള മസാലകൾ ഇപ്പോൾ കിട്ടാറുണ്ട്. മീറ്റ് മസാല കിട്ടുന്നുണ്ട്, ചിക്കൻ മസാല കിട്ടുന്നുണ്ട്, ഫിഷ് മസാല കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഒരു മീറ്റ് മസാല അല്പം ക്വാളിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണം എന്ന് ഞാൻ തീരുമാനിച്ചത്. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എന്ന് നോക്കാം. ഏറ്റവും സൂപ്പർ ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിലെടുത്തിരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള മാലിന്യങ്ങളും അല്ലെങ്കിൽ മായങ്ങളും കലരാതെയാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ആദ്യം വേണ്ടത് മല്ലിയാണ്. റോ മല്ലി നമുക്ക് വേണം. കൊറിയാണ്ടർ സീഡ്സ് എന്ന് പറയും. 300 ഗ്രാം വേണ്ടി വരും. പിന്നെ വേണ്ടത് നമുക്ക് ചുവന്ന മുളകാണ്. 180 ഗ്രാം വേണ്ടി വരും. പിന്നെ വേണ്ടത് നമുക്ക് ബ്ലാക്ക് പെപ്പറാണ്, കുരുമുളക് 50 ഗ്രാം വേണ്ടി വരും. പിന്നെ വേണ്ടത് നമുക്ക് പെരിഞ്ചീരകം 40 ഗ്രാം വേണ്ടി വരും. പിന്നെ വേണ്ടത് ജീരകം 25 ഗ്രാം വേണ്ടി വരും. ഇനി വേണ്ടത് ഗ്രാമ്പൂ ആണ്, 10 ഗ്രാം വേണ്ടി വരും. അതിനുശേഷം വേണ്ടത് കറുവപ്പട്ടയാണ്, 20 ഗ്രാം വേണ്ടി വരും. 1/2 കിലോയുടെ ഒരു പ്രൊപ്പോർഷനാണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ വേണ്ടത് നമുക്ക് സ്റ്റാർ അനൈസ്, തക്കോലം വേണ്ടി വരും. 2 പീസ്, അതായത് ഒരു 5 ഗ്രാമിൽ താഴെയുള്ള സാധനം മതിയായിരിക്കും. പിന്നെ വേണ്ടത് നമുക്ക് കാർഡമം വേണ്ടി വരും, ഏലക്ക വേണ്ടി വരും. ഏലക്ക ഒരു 10 പീസ്, അതും 5 ഗ്രാമിൽ താഴെ മതിയാകും. പിന്നെ വേണ്ടത് ജാതിക്ക 1 പീസ് മതിയാകും. ഇതെല്ലാം 5 ഗ്രാമിൽ താഴെയുള്ള സാധനം മതിയായിരിക്കും. പിന്നെ വേണ്ടത് നമുക്ക് മഞ്ഞൾ പൊടിയാണ്, 30 ഗ്രാം വേണം. കൂടാതെ നമുക്ക് ഉണങ്ങിയ കറിവേപ്പില അത് വേണ്ടി വരും, ഒരു 15 ഗ്രാം. ഇതാണ്, ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വേണ്ടി വരുന്നത്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഈ എല്ലാ സാധനങ്ങളും ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. അത് എണ്ണയില്ലാതെ റോസ്റ്റ് ചെയ്യുന്ന പരിപാടിക്കാണ് ഡ്രൈ റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ചട്ടി ചൂടാകുമ്പോൾ ഇതിട്ട് ഓരോന്നോരോന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കരിയാതെ ഇരിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്യുക. ഈ സ്പൈസസ് എല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്ത് നല്ല ഫൈൻ പൗഡർ ആക്കി എടുക്കുക. ഇതിന് നമുക്ക് ഈ പൾവറൈസർ പോലെയുള്ള ചെറിയ ചെറിയ മെഷീൻസ് വരുന്നുണ്ട്. ഒരു 15-20 രൂപയ്ക്കുള്ളിൽ വരുന്ന മെഷീൻസ് ആണ്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ നമ്മളുടെ വീഡിയോയുടെ ലെഫ്റ്റ് ഭാഗത്ത് താഴെയായിട്ട് പ്രൊഡക്ട്സ് എന്ന് കാണിക്കുന്നുണ്ടായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്താലും അതിൻ്റെ ലിങ്ക് കിട്ടും. ആവശ്യമുള്ളവർക്ക് അവിടെ കയറി നോക്കാവുന്നതാണ്, വാങ്ങാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇത് പൊടിച്ചു കഴിഞ്ഞത് ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡ് ചെയ്യുന്നത് നമുക്ക് എല്ലാം ഗ്രൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ടർമറിക് പൗഡർ, അതായത് നമ്മുടെ ഇരിപ്പുണ്ട്, മഞ്ഞൾപ്പൊടി ഇരിപ്പുണ്ട്, അതിനകത്തേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മിച്ചമുണ്ടെങ്കിൽ അതെല്ലാം അതിനകത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇത് അരിക്കണം, നന്നായിട്ട് അരിക്കണം. അരിച്ചു കഴിയുമ്പോൾ അതിനകത്ത് വലിയ പാർട്സ്, അതായത് ലാർജർ പാർട്സ് എല്ലാം നമുക്ക് വേറെ കിട്ടും. വീണ്ടും അത് പൊടി സ്മൂത്തർ ആക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ ഇത് പാക്ക് ചെയ്യണം. മസാല പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എയർ ടൈറ്റ് ആയിരിക്കണം. നന്നായിട്ട് എയർ ടൈറ്റ് ചെയ്താണ് ഇത് പാക്ക് ചെയ്യേണ്ടത്. നമുക്ക് 50 ഗ്രാം, 100 ഗ്രാം, 200 ഗ്രാം അങ്ങനെ പാക്ക് ചെയ്യാം. മെയിൻലി സാധാരണഗതിയിൽ പോകുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ 100 ഗ്രാം ആണ്. അത് വേണമെങ്കിലും അതായിട്ട് മാത്രമാണെങ്കിലും നമുക്കത് പാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നമുക്ക് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പ്രോഡക്റ്റ് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളോട് തന്നെ വാങ്ങിക്കും, കണ്ടിന്യൂ ചെയ്ത് വാങ്ങിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റും.
ഇവിടെ നമ്മൾ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് പറഞ്ഞത്. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന റേറ്റിനേക്കാൾ കുറച്ച് ഇത് കൊടുക്കാൻ പറ്റും. വളരെ കുറച്ച് ഉള്ള റേറ്റിൽ നമുക്കിത് കൊടുക്കാൻ പറ്റും. നിങ്ങൾ മാർക്കറ്റിൽ മറ്റുള്ള സാധനങ്ങളുടെ എല്ലാം റേറ്റ് എടുത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ ജസ്റ്റ് ഈ പ്രോഡക്റ്റ് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൊമേഴ്സ്യലി ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്, വിൽക്കാവുന്നതാണ്. ഫുഡിന്റെ ലൈസൻസ് എടുക്കാതെ ഈ കാര്യങ്ങൾ ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.